ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖം നമ്മൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മഴക്കാലമാണ് വരാൻ പോണത്. എല്ലാവരും പ്രൊട്ടക്ഷൻ എടുക്കുന്ന കാലഘട്ടമാണ് അല്ലേ? ഇപ്പോൾ ഇനി എന്താ പറയുക, നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയല്ല, എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളുടെ അഷ്ടതുളസി എന്ന് വെച്ചാൽ 8 തുളസികളാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ 8 തുളസികളുടെ എക്സ്ട്രാക്റ്റാണിത് അടങ്ങിയിട്ടുള്ളത് ഇതിൽ. അപ്പോൾ ഇത് ബോക്സ് ഞാൻ പൊട്ടിച്ചിട്ടില്ല. പൊട്ടിച്ച ബോട്ടിൽ എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് ഞാനത് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് സ്മെല്ല് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല അടിപൊളി തുളസിയുടെ ആ എക്സ്ട്രാക്റ്റിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ അതിന്. അപ്പോൾ നമ്മളിത് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാലത്ത് കുടിക്കുന്ന വെള്ളം കുറച്ച് തിളപ്പിച്ചതിന് ശേഷം ഒരു ഒരു ഗ്ലാസ് തിളപ്പിക്കാം. അതിന് ശേഷം ഒരാൾക്ക് കേട്ടോ ഒരു 3-4 തുള്ളി അതിൽ ഒറ്റിച്ചിട്ട് ഡെയിലി നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കഫക്കെട്ട്, അലർജി, തുമ്മൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അത്യുത്തമമാണ്. അതുപോലെ തന്നെ നമ്മുടെ ടീ ട്രീ ഓയിൽ ഇതും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒപ്പം സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതാണ്. ആവി പിടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ അമൃതശക്തി എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ ഈ തുളസിയിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാ വെച്ചാൽ ശ്യാം തുളസി, രാം തുളസി, കപൂരി തുളസി, വിഷ്ണു തുളസി, പിന്നെ നിംബു തുളസി, വാൻ തുളസി, മുഗൾ തുളസി, അരുണൈ തുളസി, അങ്ങനെ ഒരു 8 തരം തുളസികളാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡെയിലി വീട്ടിലെല്ലാവരും ശീലമാക്കിയ നല്ലതാണ്. അപ്പോൾ എല്ലാവരും പറയാറുണ്ടല്ലേ, കഫക്കെട്ടാണ്, നീർവീഴ്ചയാണ്. അപ്പോൾ സ്ഥിരമായി യൂസ് ചെയ്യുക കേട്ടോ. 1-2 ദിവസം കൊണ്ട് മാറാനിത് ഇംഗ്ലീഷ് മരുന്നല്ല, ശ്രദ്ധിക്കുക. അപ്പോൾ സ്ഥിരമായിട്ടുള്ള നമ്മുടെ ഇത് യൂസ് ചെയ്യുന്നത് മൂലം നമ്മളുടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തലവേദനയ്ക്ക് അത്യുത്തമമാണ് കേട്ടോ അത്. നമ്മളിത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടായിരുന്നോ എന്ന് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കണം, എനിക്കുണ്ടായിരുന്നുല്ലേ എന്ന്. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് തലവേദന മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റാണിത്. തലവേദനയ്ക്ക് എന്നല്ല, ഒരുപാട് പൊള്ളിയ അത് അപ്പം തന്നെ തേച്ച് കഴിഞ്ഞാൽ പൊള്ളക്കില്ല, വേദനിക്കില്ല. അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ബാക്ടീരിയ, ഫംഗസ് അവയിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് ഈ ഒരു സാധനം മതി കേട്ടോ. ഇതിനെ നമ്മൾ വിളിക്കുന്നത് കുട്ടി ഡോക്ടർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ അമൃതശക്തിയാണ്. അതെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാനതിനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അമൃതശക്തി. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതാണിത്. അപ്പോൾ ഇതാണ് അമൃതശക്തി. അപ്പോൾ ഇതും ടീ ട്രീ ഓയിൽ 2-3 തുള്ളി ഒറ്റിച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇതൊരെണ്ണം പൊട്ടിച്ചൊഴിക്കുക. ടീ ട്രീ ഓയിൽ 2-3 തുള്ളി ഒറ്റിച്ചതിന് ശേഷം ആവി പിടിക്കുക. അത് ഫാനിൻ്റെ ചോട്ടിലിരുന്നു കൊണ്ട് ആവി പിടിക്കുമ്പോൾ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും എഫക്റ്റാണ് അതിന്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ മേടിച്ചുപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് മറ്റുള്ളവരെ അറിയിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ റെസ്പിറേറ്ററി സിറപ്പ് ചുമയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ കഫത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട്, ഇംഗ്ലീഷ് മരുന്ന് ചുമയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാലത്ത് കഴിക്കാറില്ല, വൈകിട്ടാണ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാലത്തും വൈകിട്ടും 10 മില്ലി വീതം കഴിക്കാം. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതും ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതപ്പോൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ നമ്മളുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് നമ്മളുടെ ആരോഗ്യത്തിന് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആരോഗ്യമാണ് ഏറ്റവും വലുത്. ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല അല്ലേ? ഇപ്പോൾ ഒരുപാട് സ്വത്ത് മുതലൊക്കെ ഉണ്ട്, ഒന്നും കഴിക്കാൻ പറ്റില്ല, എന്താ കാര്യം അല്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ ശ്രദ്ധിക്കാൻ താല്പര്യമുള്ളവർക്ക് മേടിച്ചുപയോഗിക്കാം. മഴക്കാലത്ത് ഇത് 3 നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയല്ല, നമുക്കിത് 3 ആവശ്യമാണ്. ഉപയോഗിച്ചാൽ
നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് ആൻറ്റിബയോട്ടിക് എന്തിനാണ് ഇങ്ങനെ കൂടുതലായിട്ട് കഴിക്കുന്നത്. അവർ കഴിയുന്നതും നല്ല ഡോക്ടർമാരാണെങ്കിൽ കഴിയുന്നതും അവർ ഒഴിവാക്കുന്നുണ്ട് അതിനെ. അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന കാര്യങ്ങളാണ് പിന്നീട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള വഴിയൊരുക്കണത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കുക. എന്നെ വിളിക്കാം, നമ്മളെപ്പോഴും നമുക്കറിയുന്ന അറിവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. 9048878017 എൻ്റെ കോൺടാക്റ്റ് നമ്പർ. ഓക്കെ.